പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ചെറുതായി കാണുന്ന UDF-ലുള്ള മന്ത്രി, കേരളത്തിൽ കിട്ടുന്ന മന്ത്രി അത് ഉപയോഗിക്കുന്ന മാത്രമേ. ഏത് മന്ത്രി വേണമെന്നുള്ളത് ആദ്യം ജില്ലയെ പോലെയല്ല. 38,000 വോട്ട് പോയിട്ട് 8,000 ആകുന്നു. 28,000 വോട്ട് 3,000 ആവുന്നു. എന്തേ കമ്മിയല്ലേ ഇത്? എല്ലാം കൂടുതലാണ്. ഏതാ കണക്കില് 28,000 ആണ് കമ്മി, എല്ലാം 3,000 ആണ് കമ്മി. അപ്പൊ മെച്ചപ്പെട്ട ഇത് ഉണ്ടായിട്ട് പഞ്ചായത്ത് ഇലക്ഷനേക്കാളും മെച്ചപ്പെട്ടതാണ് അസംബ്ലി ഇലക്ഷൻ നമുക്ക് കിട്ടി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുകയാണ്. എന്തായിരിക്കണം മാനദണ്ഡം? സീനിയോറിറ്റി ആണോ MLA-മാരുടെ? അത് ഈ മുഖ്യമന്ത്രിയുടെ കീഴ്വഴക്കൊക്കെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യാറില്ല. സാധാരണഗതിയിൽ അതൊക്കെ ഞങ്ങളിൽ നിന്ന് അഭിപ്രായം പറയേണ്ട കാര്യമല്ല. ചോദിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും ഉൾക്കൊള്ളിക്കുന്നു പറയുന്നു. ഉണ്ടെങ്കിൽ അപ്പോൾ അഭിപ്രായം പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ചെയ്യേണ്ട പരിപാടിയാണ്. ഇവിടെ മാത്രമല്ല മുഖ്യമന്ത്രിക്ക്, ഇന്ത്യയിൽ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെ എങ്ങനെ നിശ്ചയിച്ചു ആ രീതി തന്നെയല്ലേ മാനദണ്ഡമല്ലേ കേരളത്തിലും പറ്റുള്ളൂ. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ എങ്ങനെയാന്നുള്ളത് അത് AICC ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ല, ഞങ്ങളിലെല്ലാം അധിഷ്ഠിതമല്ല അത് AICC-യുടെ അധിഷ്ഠിതമാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നത്. അത് MLA-മാരെ വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായം ചോദിച്ചു, ഇവിടെ സീനിയർ നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ചു, എന്നിട്ട് അവർ തീരുമാനിക്കും. അങ്ങനെയൊന്നുമില്ല. അത് ഏത് ഉചിതം എന്നുള്ള നിലയ്ക്കൊക്കെ AICC പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ അവർ തീരുമാനിക്കും. അതിനാണ് ഒരു നോംസ് ഉണ്ട്. ആരെ മുഖ്യമന്ത്രി തീരുമാനിക്കും. അത് നമ്മുടെ പഞ്ചായത്ത് ഇതുപോലെ അല്ലല്ലോ. അവരെല്ലാം പരിശോധിച്ചിട്ട് തീരുമാനിക്കും. അല്ല, ചോദിക്കുമ്പോൾ പറയാം. അതിപ്പോ പറയേണ്ട കാര്യമല്ലോ. നമ്മൾക്ക് ആവശ്യമില്ലാതെ ഇടപെടണ്ട. ഇതൊക്കെ ഉന്നതതല മീറ്റിംഗിൽ ഉന്നതതല യോഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. മുഖ്യമന്ത്രി നിസ്സാര കാര്യമല്ല. എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മറുപടി പറയേണ്ട ആളുമല്ല. പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.